നമസ്കാരം. അനന്തപത്മനാഭന്റെ മണ്ണിൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയപ്പോൾ സാധാരണ കേരളത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് വന്നതല്ല. മറിച്ച് പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരം മണ്ണിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ കാലുകുത്തിയത്. കാരണം എത്രയോ കാലമായി ബി ജെ പി നോക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഓരോ പരീക്ഷണത്തിലും നിന്ന് ബി ജെ പി ഓരോ നീക്കങ്ങളും ഓരോ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവസാനം ബി ജെ പിയുടെ കൈവെള്ളയിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം നേടി ബി ജെ പി കാവി പുതപ്പിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷം ആഘോഷിക്കാൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ മേയറായ വി വി രാജേഷിനെ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ, അതായത് അദ്ദേഹത്തെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. കൂടാതെ ഡെപ്യൂട്ടി മേയറായ ആശാനാഥിന്റെ കാല് തൊട്ടു തൊഴുന്ന ഒരു കാഴ്ചയും കണ്ടു. ആശാനാഥ് ആദ്യം നരേന്ദ്രമോദിയുടെ കാല് തൊട്ടു തൊഴുതു. അതിനുശേഷമാണ് നരേന്ദ്രമോദി ആശാനാഥിന്റെ കാല് തൊട്ടു തൊഴുന്നത്. അതായത് നാരി ശക്തി, സ്ത്രീകൾക്ക് ഇത്രത്തോളം ഒരു പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഇത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറുന്നു. അങ്ങനെ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി ഇതിലൂടെ നൽകുന്നത്. ഈ സി പി എം ഒക്കെ ഈ മനുഷ്യ ശൃംഖല അല്ലെങ്കിൽ സ്ത്രീ ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സി പി എം പല തരത്തിലുള്ള പ്രഹസനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സി പി എമ്മിന്റെ സംഘടനകൾ തന്നെ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ തന്നെ ഈ സ്ത്രീകളോട് പെരുമാറുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നും. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് എങ്ങനെ ഒരു സ്ത്രീയെ ബഹുമാനിക്കണം, ഒരു സ്ത്രീക്ക് ഏതൊക്കെ രീതിയിലുള്ള എങ്ങനെ പരിഗണന കൊടുക്കണം എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം നരേന്ദ്രമോദി ഇന്ന് നൽകിയിരിക്കുകയാണ്. അങ്ങനെ നരേന്ദ്രമോദി തന്നെ വന്നപ്പോൾ ആ ഒരു സന്ദേശമാണ് പരിപാടി തുടങ്ങി അവസാനിക്കുന്നത് വരെ വി വി രാജേഷിന്റെ തോളത്ത് കൈയിട്ട് തട്ടുകയും അതായത് ആ സന്തോഷം പ്രകടിപ്പിക്കുന്നു. കാരണം ചരിത്രപരമായ ഒരു വിജയമാണ് വി വി രാജേഷ് നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് നൽകിയത് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം തിരക്കിട്ട പരിപാടികളാണ് ഇന്ന് മോദിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നേരെ ചെന്നൈയിലേക്ക് പോകണം, അവിടെ പരിപാടിയുണ്ട്. അതിനോടൊപ്പം തന്നെ റോഡ് ഷോ ഉണ്ട്. ആ റോഡ് ഷോ നിന്നെല്ലാം കാറിലോട്ട് ഇറങ്ങി, അതായത് ഓവർ ബ്രിഡ്ജ് എത്തിയപ്പോഴാണ് നരേന്ദ്രമോദി കാറിൽ നിന്നും ഇറങ്ങി ജനങ്ങളെ അഭിസംബോധന ഒക്കെ കാറിൽ നിന്നിറങ്ങി ജനങ്ങളെ കാണാനും ജനങ്ങളെ അടുത്തേക്കൊക്കെ പോയത്. കൂടാതെ വലിയ രീതിയിൽ പുഷ്പവൃഷ്ടിയും തിരുവനന്തപുരത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് ഒരു അഭിഷേകം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റെയിൽവേയുടെ പരിപാടിയിലേക്കാണ് ആദ്യം പോയത്. ഗവർണർ ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിലുണ്ടായിരുന്നു. വി വി രാജേഷിന്റെ സീറ്റ് മുഖ്യമന്ത്രിയുടെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വേദിയിലേക്ക് വന്ന മോദിക്ക് കൈ കൊടുക്കാൻ പോലും മേയർക്കായില്ല. പക്ഷെ തന്റെ പ്രസംഗത്തിൽ മോദി തിരുവനന്തപുരം മേയറെ കുറിച്ച് പറഞ്ഞത് അതീവ ശ്രദ്ധേയമായി. പരിപാടിക്ക് ശേഷം മേയറുടെ തോളിൽ കൈയിട്ട് മേയറെ കെട്ടിപ്പിടിച്ചാണ് മോദി അവിടെ നിന്നും പോയത്. തിരുവനന്തപുരത്തിന്റെ അഭിമാനം, എന്റെ പഴയകാല സുഹൃത്ത് വി വി രാജേഷ്, ഇങ്ങനെയായിരുന്നു മോദി അഭിസംബോധന ചെയ്തത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന വി വി രാജേഷ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചായിരുന്നു സുഹൃത്ത് എന്ന വാക്ക് മോദി അവിടെ ഉപയോഗിച്ചത്. വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഉണ്ടായിരുന്നു. കൂടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും പേരെടുത്ത് പറഞ്ഞതുമില്ല പ്രധാനമന്ത്രി. പക്ഷേ വി വി രാജേഷിന്റെ മേയർ പദവിയിൽ എത്തൽ ഉയർത്തിക്കാട്ടുകയും മോദി ചെയ്തു. കുറച്ചു സമയം മാത്രമാണ് ഈ വേദിയിൽ സംസാരിച്ചത്. ഇതിനുശേഷം ബി ജെ പിയുടെ വേദിയിലേക്ക് പോയി. മേയർ വി വി രാജേഷിന്റെ തോളിൽ തട്ടി സംസാരിച്ചാണ് മോദി വേദിയിൽ നിന്നും പുറത്തേക്ക് പോയത്. രാജേഷുമായി ആശയവിനിമയവും നടത്തി. അങ്ങനെ മേയറെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചായിരുന്നു ആദ്യ പരിപാടിയിലെ മോദിയുടെ ഇടപെടലുണ്ടായത്. വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് മോദിയെ സ്വീകരിച്ചു. പിന്നാലെ റോഡ് ഷോയായി പുത്തിരിക്കണ്ട മൈതാനത്തേക്ക് പോവുകയുമാണ് ചെയ്തത്. പുത്തിരിക്കണ്ട മൈതാനത്തെ വേദിയിൽ നിന്നും തിരുവനന്തപുരം, താമ്പരം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, ഹൈദരാബാദ്, നാഗർകോവിൽ തുടങ്ങിയ അമൃത് ഭാരത് ട്രെയിനുകളുടെയും അതോടൊപ്പം തന്നെ ഗുരുവായൂർ, തൃശൂർ പാസഞ്ചർ എന്നിവ മോദി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്ത് 250 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കം കുറിച്ചിട്ടാണ് മോദി തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോയത്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കാഹളം മുഴങ്ങുമ്പോൾ മോദി വീണ്ടും വരും. ചരിത്രപരമായ ഒരു പ്രഖ്യാപനം. പിണറായി സർക്കാർ ഇന്നേ വരെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് പ്രഖ്യാപിക്കാത്ത ആ ഒരു ഇടിവെട്ട് പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ.